ഉദയന്നൂരമ്മയും ദേവമ്മയും കൂടെ ഉള്ളതാ ഒരു ധൈര്യം. അവര് തുണയായി കൂടെ ഉള്ളപ്പോ എനിക്കും വിശാൽ സാറിനും ഒരാപത്തും ഉണ്ടാവില്ലെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എന്താപത്ത് വന്നാലും കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ അവരുടെ ശക്തിയാൽ അതെല്ലാം തട്ടിമാറിപ്പോവും. അയ്യോ, പേപ്പർ പോയല്ലോ. ടിഷ്യൂ സാരമില്ല, ഞാൻ എടുത്തുതരാം. പറ്റുന്നില്ലല്ലോ പാർവതി. ഗാർഗി, നീ അങ്ങോട്ട് മാറിക്കേ, ഞാൻ എടുക്കാം. ഏതാ ആ ഫോട്ടോ? കുറച്ചു ദിവസം മുമ്പ് ഏതോ ഒരു ഫോട്ടോ കാണാനില്ലെന്ന് പറഞ്ഞ് ആ റിയ ഇവിടെ അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരുന്നു. അതെങ്ങനെയാണോ ഇത്? ഇതൊന്നുമല്ല, ഇതൊരു കാർഡാ. ഗാർഗി, ഞാനേ ഇത് കൊണ്ട് വെച്ചിട്ട് വരാം. ജോത്സ്യന്റെ അഭിപ്രായം അനുസരിച്ച് ഇനി വരുന്ന ഒരു വർഷക്കാലം വിശാലിനും പാർവതിക്കും വളരെയേറെ പ്രതികൂലമായ സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ രണ്ടാളും വളരെയധികം സൂക്ഷിക്കണമെന്നും എല്ലാ കാര്യത്തിനും ജാഗ്രത വേണമെന്നും മാഡം പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. പ്രതാപനാണല്ലോ. ചേച്ചി എന്തൊക്കെയാ കേൾക്കുന്നേ? ഓഫീസിൽ നടന്ന സ്ഫോടനത്തെ കുറിച്ചൊക്കെ ഞാൻ അറിഞ്ഞു. ചേച്ചിയാണത് പ്ലാൻ ചെയ്തത്? ഫ്ലോപ്പായി പോയല്ലേ ചേച്ചി? ചേച്ചിക്ക് എന്നോടൊരു വാക്ക് പറയാറുന്നില്ലേ? എടാ, ഞാനല്ല അത് പ്ലാൻ ചെയ്തത്. അത് റിയയുടെ ഏർപ്പാടായിരുന്നു. ആ, ഇത്തവണ പാർവതി രക്ഷപ്പെട്ടല്ലോ. അവളുടെ ആയുസിന് അപാര ബലം തന്നെയാ എന്റെ പ്രതാപ. ഒരു കാര്യമായ പരിക്ക് പോലും ഇല്ലെന്നേ. അവളുടെ ആയുസ് ഏത് വിധനെ ഒതുക്കണം ചേച്ചി. അത് വേണം. നമുക്കിത് പ്ലാൻ ചെയ്യാം. പിന്നെ ചേച്ചി, എന്താടാ? കയ്യിലെ കാശ് മുഴുവൻ തീർന്നു. ചേച്ചി കനിയാണെങ്കിൽ നീ വിഷമിക്കണ്ട, കാശ് ഞാൻ അയച്ചുതരാം. ശരി ചേച്ചി. ശരിടാ, ഞാൻ വിളിക്കാം. പാർവതി, നീ ആ സെറ്റിയുടെ അടിയിൽ നിന്നും ഒരു ഫോട്ടോ എടുത്തില്ലേ? അതിങ്ങിതാ. ഫോട്ടോയോ? ഏത് ഫോട്ടോ? പാർവതി, നീ മര്യാദയ്ക്ക് ആ ഫോട്ടോ തരുന്നുണ്ടോ? എടി, നിന്ന് ചിരിക്കാതെ ആ ഫോട്ടോ ഇങ്ങിതാ. അതെന്റെ കയ്യിൽ നിന്ന് വീണു പോയതാ. ഞാൻ നോക്കിയിട്ടത് കണ്ടില്ല. അപ്പൊ നീ അതെടുത്തിരിക്കുവല്ലേ? നിനക്ക് എന്തിനാ ഫോട്ടോ? നീ അതിങ്ങി തന്നേ.
ഇതാണോ? ഈ ഫോട്ടോയാണോ നിനക്ക് വേണ്ടത്? ആ അതെ, ഇത് തന്നെയാ. ആം, ഇതെന്താ ഈ ഫോട്ടോയിൽ ചുവപ്പ് മഷി കൊണ്ട് വരച്ചിരിക്കുന്നത്? അതൊക്കെ നീ എന്തിനാ അറിയുന്നേ? റിയ, നീ എന്തോ വേണ്ടാത്ത പ്ലാനിങ്ങിലാണെന്ന് എനിക്ക് മനസ്സിലായി. ദേ, ഒന്ന് ഞാൻ പറയുവാ, ഇതൊന്നും നല്ലതിനല്ല. നിനക്കെന്താ ഇദ്ദേഹത്തിനോട് ഇത്ര വിരോധം? എനിക്ക് അയാളോട് വിരോധമാണെന്ന് നിന്നോട് ആരാ പറഞ്ഞ? എനിക്ക് അയാളോട് ഒരു ശത്രുതയില്ല, ഒരു ബന്ധവും ഇല്ല. ഞാൻ സത്യസന്ധരായ പോലീസ് ഓഫീസേഴ്സിനെ കണ്ട് ഇന്റർവ്യൂ ചെയ്ത് അതൊരു പരമ്പരയാക്കാൻ പോവാ. കുറച്ചുപേരെ കണ്ടു കഴിഞ്ഞു. അടുത്തത് മീറ്റ് ചെയ്യാൻ പോകുന്നത് ഇദ്ദേഹത്തെയാ. അതിനു വേണ്ടിയാണ് ഞാൻ ഈ ഫോട്ടോ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നീ അതിങ്ങെടുത്തേ. നീ താ. റിയ, വിട് വിട്. ശ്ശേ. റിയ, റിയ, നീ പറഞ്ഞത് അത്ര വിശ്വാസയോഗ്യമല്ലല്ലോ. നീ അത് വേണമെങ്കിൽ വിശ്വസിച്ചാ മതി. നീ വിശ്വസിക്കണമെന്നേ എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല. റിയ, നീ എന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ വെച്ചുണ്ടാക്കി തരുന്ന ഭക്ഷണമാണ് നീ കഴിക്കുന്നതും. അതുകൊണ്ട് അതിന്റെ നന്ദിയെങ്കിലും നീ കാണിക്കണം. നീ എന്നും ഞങ്ങൾക്കും ഈ കുടുംബത്തിലുള്ളവർക്കും വിശ്വാസമുള്ളവളായിരിക്കണം. അല്ലാതെ നിന്റെ തന്നിഷ്ടപ്രകാരം ഇവിടെ ഒന്നും നടത്താൻ പറ്റില്ല. എനിക്ക് കിട്ടേണ്ടത് കിട്ടി. ഇനി നിന്നോടൊരു വാചക കസർത്തിനൊന്നും ഞാനില്ല. എന്താണാവോ വന്നത്? വക്കീലെ, ഒരു സംശയം. അതൊന്ന് ക്ലിയർ ചെയ്യാമെന്ന് കരുതിയാ ഞങ്ങൾ വന്നത്. എന്താ സംശയം? വക്കീൽ എന്ന് കൊണ്ടുവന്ന പാർവതി ഏൽപ്പിച്ച ആ വിൽപത്രത്തിൽ പണം കായ്ക്കുന്ന മരം എന്നോ മറ്റോ അതിൽ എഴുതിയിട്ടുണ്ട്. അതെന്താണ്? എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് മാത്രമല്ല, ആചാര്യ വക്കീൽ എന്തിനാ വിൽപത്രവും ഡോക്യുമെന്റ്സും എല്ലാം കൊണ്ടുവന്ന് പാർവതിയുടെ കയ്യിൽ കൊടുത്തത്? എനിക്കത് മനസ്സിലാവുന്നില്ല. എനിക്കും അതിനെക്കുറിച്ച് കൂടുതലായൊന്നും അറിയില്ല പ്രഭാവതി അമ്മേ. വിശ്വനാഥ സാർ മരിക്കുന്നതിന് മുമ്പ് അതെല്ലാം എൻ്റെ കയ്യിൽ തന്നിട്ട് ഗായത്രി അമ്മയുടെ മരുമകളെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. ഞാനതുപോലെ ചെയ്തു, അത്രയേ ഉള്ളൂ. ആ വിൽപത്രവും ഡോക്യുമെന്റ്സും കൂടാതെ ഒരു ഡയറി കൂടി വിശ്വനാഥ സാർ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഡയറിയോ? അതെ, അതിലെന്തൊക്കെയോ രഹസ്യങ്ങൾ വിശ്വനാഥ് സാർ കുറിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ടാ ഡയറി എവിടെ? അതും ഗായത്രി അമ്മയുടെ മരുമകളെ മാത്രമേ ഏൽപ്പിക്കാൻ പാടുള്ളൂ എന്ന് സാർ പറഞ്ഞിട്ടുണ്ട്. അത് ആചാര്യ വക്കീലെ, ആ ഡയറി ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ? സോറി പ്രഭാവതി അമ്മേ, മരണക്കിടക്കയിൽ വെച്ച് വിശ്വനാഥ് സാറിന് കൊടുത്ത വാക്ക് എനിക്ക് ഒരിക്കലും മാറ്റാൻ കഴിയില്ല. മാത്രമല്ല, വാക്കിന് സ്വന്തം ജീവന് തുല്യം പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. ശരി, എങ്കിൽ ആ ഡയറി തരണ്ട. അതിനുള്ളിൽ എന്താണ് എഴുതിയിരിക്കുന്നത് മാത്രം പറഞ്ഞാൽ മതി. പാർവതി മാത്രമേ അത് തുറന്നു നോക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ വിശ്വനാഥ് സാറ് ആ ഡയറി എന്നെ ഏൽപ്പിച്ചത്. അതുകൊണ്ട് ഞാനത് തുറന്നു നോക്കിയിട്ടില്ല. അങ്ങനെ തുറന്നു നോക്കുന്നത് മര്യാദയല്ല, അതുമല്ല അത് തെറ്റുമാണ്. പാർവതി മാത്രമേ അത് വായിക്കാൻ പാടുള്ളൂ. പാർവതി അത് വായിച്ചാൽ മതി. വക്കീലെ, താങ്കൾ എന്തറിഞ്ഞിട്ടാ ഈ വിലപ്പെട്ട രേഖകളൊക്കെ കൊണ്ടുപോയി പാർവതിക്ക് കൊടുത്തത്? അവൾ ഒരു കുഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരു പെണ്ണാ. അവൾക്കിതൊന്നും ഹാൻഡിൽ ചെയ്യാനുള്ളൊരു എബിലിറ്റിയും ഇല്ല. ദയവേത് നിങ്ങൾ ഇതൊന്നും അവളെ വിശ്വസിച്ച് ഏൽപ്പിക്കരുത്, പ്ലീസ്. സോറി പ്രഭാവതി അമ്മേ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും വിശ്വനാഥ സാർ എന്നെ ഏൽപ്പിച്ച കർത്തവ്യത്തിൽ നിന്ന് ഞാൻ അണുവിട പിന്മാറില്ല. അതിൽ നിങ്ങൾക്ക് എന്നോട് പരിഭവവും അനിഷ്ടവും ഒന്നും തോന്നരുത്. അങ്ങനെയൊന്നുമില്ല. ഞാനിതൊന്ന് പറഞ്ഞേ ഉള്ളൂ. ഇതൊരു വലിയ വിഷയമാക്കിയൊന്നും എടുക്കണ്ട. താങ്കൾക്ക് അത് പാർവതിയുടെ കയ്യിൽ തന്നെ കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ. മോനെ വിനയ്, വാ നമുക്ക് ഇറങ്ങാം. ശരി, ഇറങ്ങിക്കോട്ടെ വക്കീലെ. ഓ, അങ്ങനെ ആവട്ടെ. പാർവതിയെക്കുറിച്ച് എന്തറിഞ്ഞിട്ടാണ് പ്രഭാവതി സംസാരിച്ചത്? പാർവതിയുടെ കൈരേഖകൾ ഞാൻ കണ്ടതല്ലേ.
അവൾ ദേവീകടാക്ഷമുള്ള കുട്ടിയാണ്. വിശ്വനാഥൻ സാറിന്റെ സ്വത്തുക്കൾ പാർവതിയിൽ ഭദ്രമായിരിക്കും. പല്ലവി, വാതിലടയ്ക്കാതെ അത് തുറന്നിട്. കുറച്ച് ശുദ്ധമായി ഉള്ളിലേക്ക് കയറട്ടെ. ഇത്രയും നേരം കിട്ടിയ ശുദ്ധവായു മതി. വാതിലടയ്ക്കാനുള്ള നേരായി, ഞാനിത് അടക്കട്ടെ. പല്ലവി, ഇത് ശരിയാവില്ലല്ലോ. തുറന്നേ. നിക്ക് വിപിൻ സാറേ, ഞാനൊന്ന് പറയട്ടെ. ഞാൻ കുറച്ചു നേരം സാറിനോട് ഇത്ര റൊമാൻറ്റിക് ആവാന്ന് കരുതിയാ വന്നേ. വാതിൽ തുറന്നിട്ട് അതൊക്കെ എങ്ങനെ നടക്കും? അതൊന്നും ഇപ്പൊ നടക്കണ്ട. അതെ, അറിയാൻ വയ്യ. എന്നിട്ട് ഞാൻ ചോദിക്കാം, സാറിന് എന്താ ഒരു താല്പര്യക്കുറവ്? താല്പര്യക്കുറവോ? എനിക്ക് കുറച്ച് വായിക്കാനുണ്ട്. വായന എന്ന് എന്തെങ്കിലും ഒരു ഒഴിവ് കഴിവ് പറഞ്ഞ് സാറ് പിന്മാറും. എല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. സാറ് മനഃപൂർവ്വം എന്നെ അവഗണിക്ക. ഒരു പെണ്ണ് ഈ വക കാര്യങ്ങൾ പറയുന്നതിനോ ആവശ്യപ്പെടുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? ഞാൻ അതും കടന്നാ പെരുമാറുന്നേ. എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന മട്ടിലിരുന്നാ ഞാൻ എന്ത് ചെയ്യും സാർ? നിങ്ങളെന്തോ സന്യസിക്കാൻ പോവാണോ? ഇതിനേക്കാളും ഭേദം അതാ. വിപിനും പല്ലവിയും അത്ര സന്തോഷത്തോടെയല്ല കഴിയുന്നത്. ഇവരിങ്ങനെ അക്കരെ അക്കരെ നിന്നാ എങ്ങനെ ഇവർക്ക് കുഞ്ഞുണ്ടാവും? ഇതിനൊരു പരിഹാരം കാണണം. കുഞ്ഞുണ്ടായില്ലെങ്കിൽ സ്വത്ത് മുഴുവൻ വിശാൽ സാറും വിനയ് സാറും കൊണ്ടുപോകും. അതെന്താ വിപിൻ സാർ ചിന്തിക്കാത്തത്? ഞാൻ മാത്രം വിചാരിച്ച കുഞ്ഞുണ്ടാവൂ? എങ്ങനെയാണ് വിപിൻ സാറിന് എന്നിലൊരു താല്പര്യം ഉണ്ടാക്കിയെടുക്കുന്നത്? മോളെ, അമ്മേ. മോളെ, നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വിപിനും നിനക്ക് ഒരു കുഞ്ഞു പിറന്നു കാണേണ്ടത് ഇപ്പോ നിങ്ങളുടെ മാത്രം ആവശ്യമല്ല, എന്റെയും കൂടി ആവശ്യമാ. ഗാർഗിക്ക് ഏതായാലും കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ പോകുന്നില്ല. പിന്നെ എന്റെ മരുമകൾ അത് നീയാ. അല്ല, ഇപ്പൊ നീ മാത്രമാണ് എന്റെ മരുമകൾ. വിശാലിനൊരു കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി കാണുന്നത് എനിക്കൊരു വാശി കൂടിയായിപ്പോ. അമ്മേ. മോളെ, നീ സമാധാനമായിട്ടിരിക്കെ. എത്രയും പെട്ടെന്ന് ഒരു നല്ല മുഹൂർത്തം നോക്കി നിങ്ങളുടെ ശാന്തി മുഹൂർത്തത്തിന് ഞാൻ ഏർപ്പാട് ചെയ്യാം. നീ സങ്കടപ്പെടാതിരിക്കെ. ചെന്ന് കിടക്കാൻ നോക്ക്. വിശാൽ സാർ, ദേ സമയം ഒത്തിരിയായി. എന്തിനാ ഇവിടെ നിന്ന് മഞ്ഞുകൊള്ളുന്നേ? അകത്തേക്ക് വാ. അകത്തേക്ക്? ഞാനൊന്നുമില്ല. അതെന്താ, ഇന്ന് ഇവിടെ നിന്ന് നേരം വെളുപ്പിക്കാൻ പോവാണോ? അങ്ങനൊരു ആലോചന ഇല്ലാതില്ല. അകത്തുനിന്ന് ഒരു ഫോൾഡിംഗ് ബെഡ് എടുത്ത് ഇവിടെ കൊണ്ടിട്ടിട്ട് എന്റെ ഈ പാറുവിനെയും കെട്ടിപ്പിടിച്ച് കിടന്ന അതാ സ്വർഗം. സ്വർഗവും? എടോ, താനൊന്ന് കണ്ണു തുറന്ന് നോക്കി. മുകളിൽ തെളിമാനത്ത് എന്റെ ഈ പൊന്നിന്റെ പുഞ്ചിരി പോലെ വെണ്ണിലാ പുഞ്ചിരി തൂകി നിൽക്കുന്ന ചന്ദ്രബിംബം. താഴെ ആ നിലാവിൽ കുളിച്ച് ഇളംകാറ്റിന്റെ കുളിരേറ്റ് പാതിരാ പൂക്കളുടെ ഗന്ധം നുകർന്ന് രാക്കുയിലുകളുടെ പാട്ട് കേട്ട് പ്രകൃതിയോടിങ്ങനെ ഇഴുകിച്ചേർന്ന് എല്ലാം മറന്ന് ഞാനും താനും. അത്
അതൊരു സ്വർഗമല്ലേടോ. ഭാവനയൊക്കെ കൊള്ളാം, ആഗ്രഹവും നല്ലത് തന്നെ. പക്ഷേ രാവ് വെളുക്കാറാവുമ്പോ അസ്ഥി മരവിക്കുന്ന തണുപ്പങ്ങ് വരും. അന്നേരം കട്ടിലും പൊക്കിയെടുത്ത് ഇവിടെ നിന്ന് അകത്തേക്ക് ഓടേണ്ടി വരും. ഒരിക്കലുമില്ല. പിന്നെ എടോ, തനിക്ക് കുളിരുമ്പോ ഞാൻ തന്നെ എൻ്റെ നെഞ്ചോട് ചേർത്ത് ഇറുക്കി കെട്ടിപ്പുണരും. അന്നേരം എൻ്റെ ചൂടേറ്റ് തൻ്റെ കുളിര് മാറും, തൻ്റെ ചൂടേറ്റ് എൻ്റെ കുളിരും. നന്നായിരിക്കും. ദേ, ഞാൻ അകത്തുപോയി കിടക്കാൻ പോവാ. സാറ് വരുന്നുണ്ടെങ്കിൽ വാ. എടോ, വല്ലപ്പോഴുമെങ്കിലും ഒരു ചേഞ്ച് വേണ്ടേ? എന്നും ഈ വീടിനകത്ത് എന്നെ കയറി കിടന്നാൽ മതിയോ? ഇന്നൊരു ദിവസം നമുക്ക് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാന്നേ. അയ്യേ, നാണക്കേട്. ഞാനില്ല ഇതിനൊന്നും. സാറ് വന്നേ. ആ ശരി, ഇവിടെ കിടന്ന് ഉറങ്ങണ്ടെങ്കിൽ ഉറങ്ങണ്ട. കുറച്ചു നേരം നമുക്ക് ഇവിടെ എങ്ങനെ നിന്നാലോ? എന്താണോ, എന്തു പറ്റി? എനിക്ക് അത്യാവശ്യമായിട്ടൊരു ഫോൺ ചെയ്യണം സാർ. എന്താ അർജന്റ്? അത് പറയാം സാർ. എന്താ പാർവതി ഇത്ര തിടുക്കത്തില്? നീ ഇത് എവിടേക്കാ നോക്കി നടക്കണ്ടേ? ക്ഷമിക്കണം. ഇവളുടെ ഈ പോക്കില് എന്തോ പന്തികേടുണ്ടല്ലോ. അമ്മയെ അറിയിക്കണം. ബാറ്ററി ലോ ആണല്ലോ. ഓഫായല്ലോ. എത്രയും വേഗം അരവിന്ദൻ സാറിനെ വിളിച്ച് വിവരം അറിയിക്കണം. അരവിന്ദൻ സാറിന് ഒന്നും സംഭവിക്കാൻ പാടില്ല. എന്ത് ചെയ്യും? എടാ, അവളിലെ എന്ത് പന്തികേടാ നിനക്ക് തോന്നിയത്? അങ്ങനെ ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ എനിക്കറിയില്ല. പക്ഷേ അവൾ എന്തോ പ്ലാനിങ്ങിലാ, അതെനിക്കുറപ്പാ. എടാ, അവളുടെ പ്ലാൻ എന്തായാലും നമുക്കത് പൊളിച്ചെടുക്കാം. നീ സമാധാനമായിട്ടിരിക്ക. അമ്മ എന്താ ഫോണിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? എടാ, ഇത് വിശാലിന്റെ മുറിയിലുള്ള ഫോണിന്റെ എക്സ്റ്റൻഷൻ ആണ്. ഞാനിത് രഹസ്യമായിട്ട് ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുക. അതുകൊണ്ട് അവിടെ ആരെങ്കിലും ഫോൺ എടുത്ത് സംസാരിച്ചാൽ എനിക്ക് ആ കാര്യങ്ങള് ഈ ഫോണിലൂടെ അറിയാൻ കഴിയും. മാറ്. വിനയ്, അവിടെ ആരോ ഫോൺ എടുത്തിട്ടുണ്ട്. അത് പാർവതി തന്നെ ആയിരിക്കും. ഞാനൊന്ന് നോക്കട്ടെ. പതുക്കെ പതുക്കെ.
അരവിന്ദൻ സാർ, ഇത് ഞാനാ പാർവതി, വിശാലിന്റെ ഭാര്യ. പാർവതി, എന്താ വിശേഷം? എന്തായി രാത്രിയില്? അരവിന്ദൻ സാറേ, സാറിന് വലിയൊരു ആപത്ത് വരാൻ പോവാ. അത് ഞാൻ എന്റെ ദിവ്യദൃഷ്ടിയെ കണ്ടതാ. ദിവ്യദൃഷ്ടിയോ? അതുകൊണ്ട് അരവിന്ദൻ സാറ് വളരെയധികം ശ്രദ്ധിക്കണം, ജാഗ്രതയോടെ ഇരിക്കണം. ആപത്തെന്ന് വെച്ചാ അത് എന്താപത്താണ്? അത് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ശ്രദ്ധിക്കണം. എന്തെങ്കിലും സംശയകരമായി തോന്നുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളിൽ അരവിന്ദൻ സാറ് ഒരു കാരണവശാലും ഇടപെടരുത്. ഇനി എന്തെങ്കിലും കാണുവാണെങ്കിൽ ഞാൻ വിളിക്കാം.